ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 9-ാമത്തെ അധ്യായം ഭീഷ്മസ്തുതിയാണ് വർണ്ണിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധം അവസാനിച്ചപ്പോൾ രാജ്യഭാരം പാണ്ഡവന്മാരിലേക്ക് എത്തിച്ചേർന്നതും അങ്ങനെ രാജ്യഭാരം കിട്ടിയപ്പോൾ രാജസിംഹാസനത്തിലിരിക്കാൻ യുധിഷ്ഠിരന് സാധിക്കണില്ല. അതിനുള്ള സമാധാനം അദ്ദേഹത്തിന് കിട്ടണില്ല. കാരണം രാജ്യം കിട്ടാൻ വേണ്ടിയാണല്ലോ താൻ ഈ യുദ്ധം ചെയ്തത്. അതിൻ്റെ പേരിൽ എത്രയോ ആൾക്കാരെ വധിക്കേണ്ടി വന്നു. ഇതിൻ്റെയൊക്കെ പാപം തന്നിലേക്ക് വരുമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് യുധിഷ്ഠിരന് സമാധാനം കിട്ടിയില്ല. അങ്ങനെയുള്ള ആ യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കാൻ പല ആൾക്കാരും വന്ന് നോക്കി, പക്ഷേ സാധിച്ചില്ല. ഒടുവിൽ ഭഗവാനും പല ഉപദേശങ്ങളും നൽകിയെങ്കിലും യുധിഷ്ഠിരന് സമാധാനം കിട്ടിയില്ല. എന്ന് കണ്ടപ്പോൾ ഭഗവാൻ യുധിഷ്ഠിരനെയും കൂട്ടി കുരുക്ഷേത്ര യുദ്ധഭൂമിയിലേക്ക് എത്തിച്ചേരുന്നതും അവിടെ അർജുനൻ അയച്ച ശരജാലങ്ങളിൽ ശരശയ്യയിൽ കിടക്കുന്നതായ ഭീഷ്മപിതാമഹൻ്റെ അടുത്തേക്ക് യുധിഷ്ഠിരനെ ചേർത്ത് നിർത്തണു. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ ഭീഷ്മർ സമാധാനത്തിൻ്റെ സ്വരൂപമായ ഭഗവാൻ തന്നെ കൂടെ ഉണ്ടായിട്ടും അങ്ങേക്ക് സമാധാനം കിട്ടണില്ല എന്ന് പറഞ്ഞാൽ സർവം കാലകൃതം തന്നെ, അത് കാലത്തിൻ്റെ കുത്തൊഴുക്ക് എന്നല്ലാണ്ട് എന്തു പറയാൻ. ഏതായാലും അവിടെ ഭീഷ്മപിതാമഹൻ ദാനധർമ്മം, രാജധർമ്മം, മോക്ഷധർമ്മം, സ്ത്രീധർമ്മം, ഭഗവത് ധർമ്മം തുടങ്ങിയ അനേകം ധർമ്മങ്ങളെ ആ യുധിഷ്ഠിരനായിട്ട് ഉപദേശിക്കണം. ഒടുവിൽ ഭഗവാന്റെ 1000 നാമങ്ങൾ സഹസ്രനാമം എന്ന പേരിൽ ആ യുധിഷ്ഠിരനെ ഉപദേശിച്ചു കൊടുത്തു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും യുധിഷ്ഠിരന് സമാധാനം ഉണ്ടാവണം. യുധിഷ്ഠിരനെ സമാധാനിപ്പിക്കാൻ എന്ന ഭാവത്തിൽ എന്ന വ്യാജേന തന്നെ അനുഗ്രഹിക്കാൻ തൻ്റെ മുന്നിലേക്ക് വന്നതായ ആ ഭഗവാനെ പിന്നീട് ഭീഷ്മർ സ്തുതിക്കണം. ത്രിഭുവനങ്ങൾക്കും സൗന്ദര്യം നൽകണ, അല്ലെങ്കിൽ ത്രിഭുവനങ്ങളിലും സൗന്ദര്യത്തിടമ്പായി വിളങ്ങണതായ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ സ്വരൂപത്തെ കണ്ട് ഭഗവാൻ ആ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ തന്നോട് കാണിച്ചതായ കാരുണ്യത്തെ ഓർത്ത് ഭീഷ്മപിതാമഹൻ അതിമനോഹരമായിട്ട് ഭഗവാനെ സ്തുതിക്കണം. സ്തുതിയൊക്കെ കഴിഞ്ഞ് തൻ്റെ എല്ലാ തരത്തിലുള്ളതായ ആഗ്രഹങ്ങളും ഭഗവാനിലേക്ക് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ മനസ്സിനെയും വാക്കിനെയും ദൃഷ്ടിയെയും എല്ലാ പ്രവൃത്തികളെയും ആ ശ്രീകൃഷ്ണ പരമാത്മാവിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് തൻ്റെ അവസാന ശ്വാസത്തെയും ആ ഭീഷ്മപിതാമഹൻ ഉപരമിപ്പിക്കണം. അങ്ങനെയുള്ളതായ ആ ഭീഷ്മപിതാമഹൻ്റെ സൽഗതി ആണ് അടുത്ത അധ്യായത്തിൽ, ഈ 9-ാം അധ്യായത്തിൽ പറയണത്. ഭീഷ്മപിതാമഹൻ്റെ സൽഗതിയെ പറ്റി പറഞ്ഞിരിക്കണു ഈ 9-ാം അധ്യായം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ. അഥ 9-മോऽധ്യായ. സൂത ഉവാച. ഇതി ഭീതപ്രജാദ്രോഹാൽ സർവധർമ്മവിവിത്സയ തതോ വിനശനം പ്രാഗാദ് യത്ര ദേവവ്രതോപതൽ തഥാ തേ ഭ്രാതരഃ സർവേ സദാശ്വൈ സുവർണഭൂഷിതൈ അന്വഗച്ഛൻ രഥൈർവിപ്രാ വ്യാസ ധൗമ്യാദയസ്തഥാ ഭഗവാനപി വിപ്രർഷേ രഥേന സ ധനഞ്ജയ സതൈർവ്യരോചത നൃപ കുപേര ഇവ ഗുഹ്യകൈ ദൃഷ്ട്വാ നിപതിതം ഭൂമൗ ദിവശ്ച്യുതമിവാമരം പ്രണേമു പാണ്ഡവാ ഭീഷ്മം സാനുഗാഃ സഹചക്രിണ തത്ര ബ്രഹ്മർഷയഃ സർവേ ദേവർഷയശ്ച സത്തമാ രാജർഷയശ്ച തത്രാസൻ ദ്രഷ്ടും ഭരതപുംഗവം പർവ്വതോ നാരദോ ധൗമ്യോ ഭഗവാൻ ബാദരായണ ബൃഹദശ്വോ ഭരദ്വാജഃ സശിഷ്യോ രേണുകാസുത വസിഷ്ഠ ഇന്ദ്രപ്രമദസ്ത്രിതോ ഗൃത്സമദോസിത കക്ഷീവാൻ ഗൗതമോത്രിശ്ച കൗശികോऽഥ സുദർശന അന്യേ ച മുനയോ ബ്രഹ്മൻ ബ്രഹ്മരാതാദയോ മലാഃ ശിഷ്യൈരുപേദാ ജഗ്മുഃ കശ്യപാംഗിരസാദയ താൻ സമേതാൻ മഹാഭാഗാനുപലഭ്യ വസൂത്തമ പൂജയാമാസ ധർമ്മജ്ഞോ ദേശകാലവിഭാഗവിത് കൃഷ്ണം ച തൽപ്രഭാവജ്ഞ ആസീനം ജഗദീശ്വരം ഹൃദിസ്ഥം പൂജയാമാസ
മായയോപാത്തവിഗ്രഹം പാണ്ഡുപുത്രാനുപാസീനാൻ പ്രശ്രയപ്രേമസംഗതാൻ അഭ്യാജഷ്ടാനുരാഗാശ്രൈരന്ധീഭൂതേന ചക്ഷുഷ അഹോ കഷ്ടമഹോ ന്യായം യദ്യൂയം ധർമ്മനന്ദനാ ജീവിതും നാർഹത ക്ലിഷ്ടം വിപ്രധർമാച്യുതാശ്രയാ സംസ്ഥിതേതിരഥേ പാണ്ഡൗ പ്രധാബാലപ്രജാവധൂ യുഷ്മൽ കൃതേ ബഹൂൻ ക്ലേശാൻ പ്രാപ്താ തോകവതീ മുഹു സർവം കാലകൃതം മന്യേ ഭവതാം ച യദാ പ്രിയം സപാലോ യദ്വശേ ലോകോ വായോരിവ ഘനാവലി യത്ര ധർമ്മസുതോ രാജ ഗദാപാണിർവൃകോദര കൃഷ്ണോസ്ത്രീ ഗാണ്ഡിവം ചാപം സുഹൃൽകൃഷ്ണസ്തതോ വിപത് ന ഹ്യസ്യ കർഹിചിദ്രാജൻ പുമാൻ വേദ വിധിൽസിതം യദ് വിജിജ്ഞാസയാ യുക്താ മുഹ്യന്തി കവയോപി ഹി തസ്മാദിദം ദൈവതന്ത്രം വ്യവസ്യാ ഭരതർഷഭ തസ്യാനിവിഹിതോ നാഥ നാഥ പാഹി പ്രജാഃ പ്രഭോ ഏഷ വൈ ഭഗവാൻ സാക്ഷാദാദ്യോ നാരായണഃ പുമാൻ മോഹയൻ മായയാ ലോകം ഗൂഢശരതി വൃഷ്ണിഷു അസ്യാനുഭാവം ഭഗവാൻ വേദ ഗുഹ്യതമം ശിവ ദേവർഷിർനാരദ സാക്ഷാദ് ഭഗവാൻ കപിലോ നൃപ യം മന്യസേ മാതുലേയം പ്രിയം മിത്രം സൗഹൃത്തമം അകരോ സചിവം ദൂതം സൗഹൃദാദധസാരഥിം സർവാത്മനഃ സമദൃശോ ഹ്യദ്വയസ്യാനഹംകൃതേ തൽകൃതം അതിവൈഷമ്യം നിരവദ്യസ്യ ന ക്വചിൽ തഥാപ്യേകാന്തഭക്തേഷു പശ്യ ഭൂപാനുകമ്പിതം യന്മേ സൂംസ്ത്യജതഃ സാക്ഷാത് കൃഷ്ണോ ദർശനമാഗതഃ ഭക്ത്യാവേശ്യമനോ യസ്മിൻ വാചായന്നാമ കീർത്തയൻ ത്യജൻ കളേബരം യോഗീമുച്യത്തെ കാമകർമ്മഭിः സ ദേവദേവോ ഭഗവാൻ പ്രതീക്ഷതാം കളേബരം യാവദിദം ഹിനോമ്യഹം പ്രസന്നഃ സാരുണലോചനോല്ലസൻ മുഖാംബുജോ ധ്യാനപഥഃ ചതുർഭുജ സൂത ഉവാച യുധിഷ്ഠിരസ്തദാകർണ്യശയാനം ശരപഞ്ജരെ അപൃച്ഛദ്വിവിധാൻ ധർമാൻ ഋഷീണാം ചാനുശൃണ്വത പുരുഷസ്വഭാവവിഹിതാൻ യഥാവർണം യഥാശ്രമം വൈരാഗ്യരാഗോപാദിഭ്യാം ആംനാദോ ഭയലക്ഷണാൻ ദാനധർമാൻ രാജധർമാൻ മോക്ഷധർമാൻ വിഭാഗശ സ്ത്രീധർമാൻ ഭഗവദ്ധർമാൻ സമാസവ്യാസയോഗത ധർമാർത്ഥകാമമോക്ഷാംശ്ച സഹോപായാൻ യഥാമുനെ നാനാഖ്യാനേതിഹാസേഷു വർണ്ണയാമാസ തത്വവിത്ത് ധർമ്മം പ്രവദത തസ്യ സകാലപ്രത്യുപസ്ഥിത യോ യോഗിനഃ ഛന്ദമൃത്യോർവാഞ്ചിതസ്തൂത്തരായണ തദോപസംഹൃത്യ ഗിരഃ സഹസ്രണേ വിമുക്തസംഗമ്മന ആദിപൂരുഷേ കൃഷ്ണേ ലസൽപീതപടേ ചതുർഭുജേ പുരസ്ഥിതേ മീലിതദൃഗ്വ്യധാരയൽ വിശുദ്ധയാ ധാരണയാ ഹദാശുഭ തദീക്ഷയൈവാശു ഗദായുതവ്യധ നിവൃത്ത സർവേന്ദ്രിയവൃത്തിവിഭ്രമസ്തുഷ്ടാവജന്യം വിസൃജൻ ജനാർദ്ദനം. ശ്രീഭീഷ്മ ഉവാച ഇതി മതിരുപകൽപിതാ വിതൃഷ്ണാ ഭഗവതി സാത്വതപുംഗവേ വിഭൂമ്നെ സ്വസുഖമുപഗതേ ക്വചിദ്വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹ ത്രിഭുവനഗമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകകുലാവൃതാനനാബ്ജം വിജയസഖേരതിരസ്തു മേനവദ്യ യുധിതുരഗരജോ വിധൂമ്രവിശ്വക്കചലുളിതശ്രമവാര്യലങ്കൃതാസ്യേ മമ നിശിതശരൈർവിഭിദ്യമാനസ്ത്വചി വിലസൽകവചേസ്തു കൃഷ്ണ ആത്മാ സപദി സഖിവജോ നിശമ്യ മധ്യേ നിജപരയോർബലയോരഥം നിവേശ്യ സ്ഥിതവതി പരസൈനികായുരക്ഷ്ണാ ഹൃദവതി പാർത്ഥസഖേരതിർമമാസ്തു.
വ്യവഹിതപൃതനാമുഖം നിരീക്ഷ്യ സ്വജനവധാൽ വിമുഖസ്യ ദോഷബുദ്ധിയാ കുമതിമഹരദാത്മവിദ്യയാ യഃ ശരണരതി പരമസ്യ തസ്യ മേസ്തു സ്വനിഗമമപഹായ മൽപ്രതിജ്ഞാം ഋതമധികർത്തുമവപ്ലുതോ രഥസ്ഥ ധൃതരഥചരണോഭ്യയാചലൽ ഗുർഹരിരിവ ഹന്തുമിഭം ഗതോത്തരീയ ശിതവിശിഖഹതോ വിശീർണദംശക്ഷതജ പരിപ്ലുത ആതതായിനോ മേ പ്രസഭമഭിസസാരമദ്വധാർത്ഥം സഭവതു മേ ഭഗവാൻ ഗതിർമുകുന്ദ വിജയരഥകുടുംബ ആത്തതോത്രേ ധൃതഹയരശ്മിനി തച്ഛ്രിയക്ഷണീയേ ഭഗവതിരതിരസ്തു മേ മുമൂർഷോർയമിഹ നിരീക്ഷ്യ ഹതാഗദാസ്വരൂപം ലളിതഗതിവിലാസവൽഗുഹാസപ്രണയനിരീക്ഷണകൽപ്പിതോരുമാനാ കൃതമനുകൃതവത്യ ഉന്മദാന്ധാ പ്രകൃതിമഗൻ കില യസ്യ ഗോപവധ്വാ മുനികണനൃപവത്യസങ്കുലയന്തഃ സദസി യുധിഷ്ഠിരരാജസൂയ ഏഷാം അരിഹണമുപപേദ ഈക്ഷണീയോ മമ ദൃശി ഗോചര ഏഷ ആവിരാത്മാ തമിമമഹമജം ശരീരഭാജാം ഹൃദി ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകധാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. സൂത ഉവാച കൃഷ്ണ ഏവം ഭഗവതി മനോവാഗ്ദൃഷ്ടിവൃത്തിഭിः ആത്മന്യാത്മാനമാവേശ്യ സ്വാന്തശ്വാസ ഉപാരമൽ സമ്പദ്യമാനമാജ്ഞായ ഭീഷ്മം ബ്രഹ്മണി നിഷ്കളേ സർവേ ബഭൂസ്തേ തൂഷ്ണീം വയാംസീവ ദിനാത്യയേ തത്ര ദുന്ദുഭയോ നേതുർദേവമാനവവാദിതാഃ ശശംസുസാധവോ രാജ്ഞാം ഖാത്പേതു പുഷ്പവൃഷ്ടയ തസ്യ നിർഹരണാദീനി സംവരേദസ്യ ഭാർഗവ യുധിഷ്ഠിരക്കാരയിത്വാ മുഹൂർത്തം ദുഃഖിതോഭവൽ തുഷ്ടോർമുനയോ ഹൃഷ്ടാ കൃഷ്ണം തൽഗുഹ്യനാമഭി തദസ്തേ കൃഷ്ണഹൃദയാസ്വാശ്രമാൻ പ്രയയുഃ പുനഃ തദോ യുധിഷ്ഠിരോ ഗത്വാ സഹ കൃഷ്ണോ ഗജാഹ്വയം പിതരം സാന്ത്വയാമാസ ഗാന്ധാരീം ച തപസ്വിനിം പിത്രാ ജാനുമതോ രാജാ വാസുദേവാനുമോദിത ചകാര രാജ്യം ധർമ്മേണ പിതൃപൈതാമഹം വിഭോ. ശ്രീഹരയേ നമഃ. ഇതി ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം പ്രഥമസ്കന്ധേ യുധിഷ്ഠിരരാജപ്രലംഭോ നാമ നവമോऽധ്യായः. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.